നമസ്കാരം. നാട്ടുരാജ്യം വിദ്യാഭ്യാസ വാർത്തകളിലേക്ക് സ്വാഗതം. 7 ലക്ഷം വേക്കൻസികളാണ്, ഒഴിവുകളാണ് ജർമ്മനിയിലുള്ളത്. 7 ലക്ഷം. ഈ 7 ലക്ഷം ഒഴിവുകൾ ഇന്ത്യൻ സ്റ്റുഡൻസുകളെ കൊണ്ട്, ഇന്ത്യയിലെ കുട്ടികളെ കൊണ്ട് നികത്താമെന്നാണ് ജർമ്മൻ ഗവൺമെന്റ് കരുതിയിരിക്കുന്നത്. +2 കഴിഞ്ഞ് എന്ത് പഠിക്കണം, ഏതെല്ലാം മേഖലകൾ തിരഞ്ഞെടുക്കാം എന്ന് നാട്ടുരാജ്യം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് വിദേശ പഠനത്തിൽ ജർമ്മൻ വിദ്യാഭ്യാസവും ജോലിയും എന്ന വിഷയമാണ്. കേരളത്തിൻ്റെ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി നിരവധി കുട്ടികളാണ് വിദേശ പഠനം തിരഞ്ഞെടുക്കുന്നതും രക്ഷാകർത്താക്കൾ താൽപ്പര്യപ്പെടുന്നതും. എന്നാൽ ജർമ്മൻ ഭാഷയും ജർമ്മൻ വിദ്യാഭ്യാസവും കുട്ടികളും രക്ഷാകർത്താക്കളും തിരഞ്ഞെടുക്കാൻ കാരണം അതിൻ്റെ അനന്ത സാധ്യതകളാണ്. മൂവാറ്റുപുഴയിലെ ഡോക്ടർ ജർമ്മൻ ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ രക്ഷാകർത്താക്കൾക്കും കുട്ടികൾക്കും കോളേജ് മാനേജ്മെൻറ്റ് നൽകുന്ന ബോധവൽക്കരണ പഠന ക്ലാസ് ഇന്ന് ഭാവി വിദ്യാഭ്യാസ രീതികൾക്ക് ശ്രദ്ധേയമാകുന്നു. കുട്ടികളുടെ താൽപ്പര്യങ്ങൾ അധ്യാപകരായ സൈക്കോളജിസ്റ്റുകൾ ഇൻ്റർവ്യൂ നടത്തിയതിനു ശേഷം അവർക്ക് ഉചിതമായ വിദ്യാഭ്യാസ രീതികളാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടപ്പിലാക്കുന്നത്. അടുത്ത കാലത്ത് ഭാരതവും ജർമ്മൻ സർക്കാരും തമ്മിലുള്ള ഐക്യദാർഢ്യം വിദ്യാഭ്യാസ മേഖലയും തൊഴിൽ സാധ്യതയുമായിരുന്നു. 7 ലക്ഷത്തോളം വരുന്ന വിവിധ മേഖലകളിലുള്ള വേക്കൻസികളാണ് ഭാരതീയരെ കാത്തിരിക്കുന്നത്. മാത്രമല്ല, അത് ഏറ്റവും ഉചിതമായ രീതിയിൽ അർഹതപ്പെട്ടവരെ ജർമ്മനിയിലെത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് മൂവാറ്റുപുഴ ഡോക്ടർ ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ക്ലാസ്സിലൂടെ രക്ഷിതാക്കളെയും കുട്ടികളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് പുതിയ ബാച്ചിന് തുടക്കം കുറിച്ചത്. ഡോക്ടർ ജർമ്മൻ ഓറിയന്റേഷൻ പ്രോഗ്രാമിന് സ്വാഗതം ശ്രീമതി ഷെറിനും ഉദ്ഘാടന പ്രസംഗം മാനേജിംഗ് ഡയറക്ടർ സോമൻ വി ജിയും ക്ലാസ് നയിച്ചത് ശ്രീമതി ജാൻസി പി പൊന്നച്ചനുമായിരുന്നു. കൂടാതെ നിയമവ്യവസ്ഥകളുടെ വിശദീകരണം ശ്രീമതി പ്രിയ ലിജോയും നന്ദി ശ്രീമതി റസിയ ഷാനവാസും അർപ്പിച്ചു. ഇതേപോലെ ഓരോ മാസവും നിങ്ങൾ ഓറിയന്റേഷൻ ക്ലാസ്സുകൾ നടത്താറുണ്ട്. ഈ ക്ലാസ്സുകളിൽ സാധാരണയായിട്ട് എക്സ്പെർട്ടുകൾ, മറ്റേ സൈക്കാട്രിസ്റ്റുകളും അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്ന വ്യക്തികളൊക്കെ വരാറുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അത് ലഭ്യമായില്ല. അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്, ഇത് ഞങ്ങളൊരു മോട്ടിവേഷൻ ക്ലാസ് എന്ന് തന്നെയാണ് പറയുന്നത്. മോട്ടിവേഷൻ ക്ലാസ് തന്നെ നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരാം. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ആണെങ്കിൽ സാധാരണ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നേരെ അഡ്മിഷൻ എടുക്കുന്നു, അതിൻ്റെ ഫീസ് അടയ്ക്കുന്നു, നേരെ ആ ക്ലാസ്സിലേക്ക് ചെല്ലാം, അല്ലെങ്കിൽ നാളെ തൊട്ട് ക്ലാസ് തുടങ്ങുന്നു എന്നൊക്കെ ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളിൽ നിന്ന് വേറിട്ടൊരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ കുട്ടികളെ, ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ ഇന്നു മുതൽ ഞങ്ങളുടെ ഡോക്ടർ ജർമ്മൻ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികളാണ്. അത് ഞങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല. ഞങ്ങളുടെ കുട്ടികൾ, ആൺകുട്ടികളാണ് പെൺകുട്ടികളെ, ഞങ്ങളുടെ കുട്ടികൾ എന്നുള്ള വീട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. അത് ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ വരുമ്പോൾ അവരുടെ പേരൻസ് എന്തുമാത്രം ആകാംക്ഷയോടുകൂടി, ഉത്കണ്ഠയോടുകൂടി, എന്തെല്ലാം പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ ഡോക്ടർ ജർമ്മനിൽ കൊണ്ട് ചേർക്കുന്നത്. അന്നേരം അവരുടെ ഉത്കണ്ഠകൾക്കും അവരുടെ സംശയങ്ങൾക്കും അവരുടെ പ്രതീക്ഷകൾക്കും എല്ലാം ചെറിയ ചെറിയ ഉത്തരങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. അവർക്ക് ചില ക്ലാരിഫിക്കേഷൻ വേണ്ടി വരുന്നുണ്ട്. എന്തിനാണ് ജർമ്മൻ പഠിക്കുന്നത്, എന്തുകൊണ്ട് ജർമ്മനിയിൽ പോകണം, മറ്റേ OETയോ IELTSO ഒക്കെ പഠിച്ചാൽ പോലെ എന്തിനാണ് നിങ്ങൾ ജർമ്മൻ ഭാഷ സെലക്ട് ചെയ്തത്, ജർമ്മൻ ഭാഷ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കുള്ള മെച്ചം എന്താണ്, പേരൻസിനുള്ള മെച്ചം എന്താണ്, കുട്ടികൾക്കുള്ള മെച്ചം എന്താണ്, അന്നേരം അതിനെക്കുറിച്ചെല്ലാം ഒരു ചെറിയ വിശദീകരണം. അതുകൊണ്ട് തന്നെ ഇപ്പോ അവിടെ എങ്ങോളം ഇങ്ങോളം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയി. അങ്ങനെ വന്ന സാഹചര്യത്തിൽ സ്വദേശവൽക്കരണം എന്തായി? സ്വദേശിവൽക്കരണം അവരുടെ സ്വന്തം നാട്ടിലുള്ള ആൾക്കാരെ അവിടെ ഉറപ്പിക്കുന്നതിന് വേണ്ടി
ഡിപെൻഡൻസ് എന്നല്ല പറയേണ്ട, റെസിഡൻസ് ഇല്ലേ, അവരുടെ റെസിഡൻസിന്, അതായത് ജർമ്മൻ റെസിഡൻസിന് കൊടുക്കുന്ന അതേ സെക്യൂരിറ്റിയും അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും ജർമ്മൻ ഗവൺമെന്റ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇന്റർനാഷണൽ മൈഗ്രേറ്റ്സിന് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോളർഷിപ്പോട് കൂടിയുള്ള പഠനം ഒന്നാമത്തെ കാര്യം. ഈ സ്കോളർഷിപ്പോട് കൂടി പഠിക്കുന്നത് മാത്രമല്ല, 3+1 4 വർഷത്തെ പഠനത്തിലാണ് വരുന്നത്. 3 വർഷം പഠനവും 1 വർഷം സ്റ്റേ ബാക്ക്. ഈ സ്റ്റേ ബാക്ക് നിൽക്കുന്ന ടൈമില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ജോലി സെറ്റ് ചെയ്ത് നമുക്ക് PR-ലേക്ക് കടക്കാൻ പറ്റും, വർക്ക് പെർമിറ്റിലേക്ക് കടക്കാൻ പറ്റും. ഈ 3 വർഷവും നമ്മുടെ ലിവിംഗ് എക്സ്പെൻസ് നമ്മൾക്ക് എവിടെ കിട്ടും? സ്റ്റൈപ്പൻഡ് ആയിട്ട് നമ്മൾക്ക് കിട്ടും. നമ്മുടെ നാടിനെ കുറ്റം പറയുന്നതല്ല, ഞാൻ ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിച്ച ആന്ധ്രാപ്രദേശിലാണ്. ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവുകൾ അവിടുത്തെ ഗവൺമെന്റ് ആണ് വഹിക്കുന്നത് അപ് ടു 15 വയസ്സ് വരെ. സേഫായോ? കൊച്ചുങ്ങളുടെ കാര്യം നോക്കണ്ട. ഇവിടെയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ മോള് CBSE സ്കൂളിൽ 1 വർഷം എത്ര രൂപ ചെലവാക്കിയ പഠിപ്പിക്കണേ? നമ്മുടെ ഗവൺമെന്റ് ആരെങ്കിലും ആണോ തരുന്നേ? അല്ല. മനസ്സിലായോ? അത് എല്ലാ മാസവും ചൈൽഡ് ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ 200 മുതൽ 300 യൂറോ വരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. രണ്ടാമത്തെ ബെനിഫിറ്റ് മെറ്റേണിറ്റി ബെനിഫിറ്റ്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബെനിഫിറ്റ് ആട്ടോ, മെറ്റേണിറ്റി ബെനിഫിറ്റ്. എന്താണെന്നറിയോ മെറ്റേണിറ്റി ബെനിഫിറ്റ്? പ്രഗ്നന്റ് ആകുന്ന ടൈമില് പ്രഗ്നൻസിയുടെ ആദ്യത്തെ കാലഘട്ടം മുതൽ ഡെലിവറി കഴിഞ്ഞ 1 വർഷം വരെ, അതായത് ഏകദേശം 2 വർഷം ലീവാണ്. ഓരോ വർഷം കഴിയുമ്പോഴേക്കും മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടും, ചൈൽഡ് ബെനിഫിറ്റ് കിട്ടും, ഒരു പ്രശ്നമില്ല. 2 വർഷം ലീവാണ്. ഈ 2 വർഷം ലീവ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ തട്ടിക്കൂടെ ഒരു സാധനം പോകും. 2 വർഷം ഞാൻ വീട്ടിൽ നിന്നാ എന്റെ സാലറി എന്ത് ചെയ്യും? ആദ്യത്തെ വർഷം അപ് ടു ബർത്ത് 80% സാലറി, നിങ്ങളുടെ ലാസ്റ്റ് സാലറിയുടെ 80% സാലറി നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. ആരുടെ ജോലി നഷ്ടമായാൽ നിങ്ങൾക്ക് അടുത്ത ജോലി കിട്ടുന്നത് വരെ നിങ്ങളെ ആ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബം പുലർത്തുന്നതിനുമായിട്ടുള്ള 60% സാലറി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിരിക്കും. പക്ഷേ ഇതായിട്ടുള്ളതാണ് ജർമ്മൻ ഇതിൽ വരുന്ന ഇപ്പോൾ ഏതെല്ലാം മേഖല പ്രൊഫഷൻസി ഇൻ ജർമ്മൻ ഓപ്പൺസ് ഡോർസ് ടു മെനി ജോബ്സ് ലൈക്ക് ടീച്ചിങ്. നിങ്ങൾക്ക് ഏത് ജോബിനാണ് ടീച്ചിങ്ങിന് എടുക്കാം. ടീച്ചിങ്ങിൻ്റെ സാലറി അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തരുന്നത് 1.2 to 10 lakhs ഇന്ത്യൻ റുപ്പീ ആയിട്ട് പറയാം. 10 lakhs വരെ ഉണ്ട് ടീച്ചേഴ്സിന്. അതേപോലെ തന്നെ ടീച്ചേഴ്സ് ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, എൻജിനീയറിംഗ് ഉണ്ട്, ടൂറിസം ഉണ്ട്. ഏത് പ്രൊഫഷനാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ പ്രൊഫഷനിൽ വളരെയധികം സാലറിയോടുകൂടി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തതിനേക്കാളും അതിനേക്കാളും ഉയർന്ന സാലറി സെക്യൂരിറ്റിയുള്ള ഒരു അതാണ് ജർമ്മൻ ഗവൺമെൻറ് ഓഫർ ചെയ്യുന്നത്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് KK വിജയൻ, മൂവാറ്റുപുഴയിൽ നിന്നും.